വണ്ടിപ്പണിക്കെല്ലാം ഗുണ്ടകൾ. വഴിയിലോട്ട് ഇറങ്ങാവോ? വഴിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പണ്ടത്തെ സമയം സർക്കാർ ആ സമയം തന്നെ വെച്ചാൽ ഇന്നും ഈ വണ്ടി ഒരു 10-25 വർഷമായിട്ട് ഈ സമയത്ത് തന്നെ ഓടണം. ഇന്ന് ഈ പറയുന്ന ആരെങ്കിലും ഈ വണ്ടി സമയത്തൊന്ന് ഓടിച്ചു കാണിക്കുക കോട്ടയറണ റോഡിൽ, ഞാൻ എന്നാൽ ഈ പണി ഇവിടെ നടത്തും. കോട്ടയറണ റോഡിൽ മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും ഗുരുവായൂർ ഓടുന്ന വണ്ടിയാണെങ്കിലും ഒരു ഷട്ടിൽ വണ്ടിയാണെങ്കിലും ഈ പറയുന്ന ഒരു കാറെ പോകണോ ജീപ്പേ പോകണോ ഒന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കട്ടെ. ഇവരൊക്കെ ഈ പറയുന്ന ഈ പെണ്ണുങ്ങളാണ് ആണുങ്ങളാണല്ലോ കുറ്റം പറയുന്നുണ്ട്. ഇവരൊക്കെ ഈ വണ്ടിപ്പണി ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. ഒരു ദിവസം ചെയ്ത് പണി കാണിച്ച് നമ്മൾ അംഗീകരിക്കാം. ഒരിക്കലും നടക്കില്ല. കാരണം ഒരു വഴിയിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞു വഴിയാണ്, ആ കുഞ്ഞു വഴിയുടെ 2 സൈഡിലും കൊണ്ട് വണ്ടി ഇട്ടേക്കോ. ഇതാണ് ഞങ്ങൾ പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് പറയാം ലോകത്തുള്ള പ്രൈവറ്റ് ബസ്സുകാർ മൊത്തം ഓവർ സ്പീഡ്. ഞാൻ KSRTC പണിയെടുത്തവനാ. KSRTC ഒരു സമയം വേണ്ട, ഒന്നും വേണ്ട, ചുമ്മാ സമയത്ത് അങ്ങ് പോയാൽ മതി. അത് ഏത് പൊട്ടക്കണ്ണിനും പറ്റി ഓടിക്കാം. പക്ഷേ പ്രൈവറ്റ് ബസ് അത് ഓടിക്കണമെങ്കിൽ ഇച്ചിരി ചങ്കൂറ്റം തന്നെ വേണം. പ്രിയസിയുടെ വന്നപ്പോൾ നമുക്ക് ഓക്കെ, കാര്യങ്ങൾ ഓക്കെ, പൂർത്തിയായി. ജീവിക്കാൻ മേലെ സത്യം പറയുന്ന ഈ സമൂഹത്തിൽ ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. പുറം രാജ്യങ്ങളൊക്കെ ചെന്ന ഡ്രൈവർമാർക്ക് എന്ത് വിലയാണെന്നറിയോ? അവരെയൊക്കെ പുഷ്പമാ നല്ല പൂട്ട് പൂജിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ വണ്ടി ഓടിക്കുന്നവന്മാരെല്ലാം പട്ടികൾ, വണ്ടിപ്പണി എടുക്കുന്ന ഒരു പട്ടികളാണ് സത്യം പറഞ്ഞാൽ. ഒന്നും മേലാത്ത അവസ്ഥയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഒന്ന് വന്നു നോക്കി, സർക്കാർ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്നു നോക്കുക. പ്രിയദർശിനി കാരണം ഞങ്ങളെ ബാധിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വന്നു നോക്കി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ വൈകുന്നേരം 1200 രൂപയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പെണ്ണുമ്പോൾ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും മെസ്സേജ് അയക്കും. വൈകുന്നേരം വരുമ്പോഴത്തേക്കും അരി, പച്ചക്കറി എല്ലാ സാധനം മേടിച്ചിട്ട് വരും. 1000 രൂപയ്ക്ക് പണി, 1000 രൂപ തീർത്തണ്ട പോകണം സത്യം പറയുള്ളൂ. അത് ഈ പാട്ടൊക്കെ നോക്കി നിങ്ങൾ ഇതൊക്കെ നമ്മുടെയൊക്കെ അവസ്ഥ നോക്കി. ഇതൊക്കെ ആരോട് പറയാനാ? നമ്മൾ അന്നേരം പറയും, നീയൊക്കെ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി നല്ല ഗ്ലാമറായിട്ട് വന്നല്ലെന്ന് പറയും. സത്യം പറഞ്ഞത് ഒരു പാൻറ്റും ഷർട്ടും മേടിച്ചിട്ട് എത്ര ദിവസം അറിയോ എന്ന് നമ്മൾക്ക് ഒന്നും മേലാത്ത അവസ്ഥ സത്യം പറയാം. ഞങ്ങൾ ജീവിച്ചൊക്കെ പോകണം, നമ്മൾ മരിക്കാൻ നമുക്ക് പറ്റിയല്ലോ. അത് കാരണം നമ്മൾ ജീവിച്ചു പോവാ സത്യം പറയാം. ഇത് പക്ഷേ ഞങ്ങൾ ആരോടും പരാതി ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഒരുത്തരോട് പറഞ്ഞാൽ ഒരു പല സാറന്മാർ പോലീസുകാരെ ഞാൻ പറയാം, പല പോലീസുകാർ നല്ലവരുണ്ട്, ചീത്തയുള്ള ആൾക്കാരുണ്ട്. നമ്മളൊരു ആരോടെങ്കിലും ഒരു പരാതി പറയാൻ ചെല്ലാവോ? നീയൊക്കെ ആ പണി ചെയ്യുന്നതല്ലേ, അങ്ങനെ നമ്മളെ കാണുള്ളൂ. കാരണം നമുക്ക് തന്നെ പറയുന്നത് ഞങ്ങളും എല്ലാവരെ പോലെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനെ. എൻ്റെ കൂടെ പണിയാണ്, അവന് വിദ്യാഭ്യാസമുണ്ട്. 10ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് പണിക്കാരൊന്നും ഇല്ല വണ്ടിപ്പണിക്ക്. അതൊക്കെ പണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഡിഗ്രി കഴിഞ്ഞവരും PG പഠിക്കുന്നവരൊക്കെ ഈ വണ്ടിപ്പണിക്ക് ഇറങ്ങണവർ. എന്തുകൊണ്ട്? നമുക്ക് ജീവിക്കാൻ അത് മാർഗമുള്ളൂ. കാരണം ഈ കേരളത്തിൽ ഭായിമാർക്ക് 1000 രൂപ ശമ്പളമുണ്ട്, വണ്ടിപ്പണിക്കാരന് 1200 1500 രൂപ ശമ്പളമുണ്ട്. ഇത് ഇത്രയും മാന്യമായിട്ട് ശമ്പളം കിട്ടുന്നത് ഏതുകൊണ്ടുള്ള സർക്കാർ കണ്ടോ? സർക്കാർ KSRTCയിൽ 715 രൂപ കൊടുക്കണം. ഞങ്ങളുടെ വണ്ടി ഞാൻ സ്റ്റേറ്റ്മെന്റ് വേണം കാണിച്ചത് 1200 രൂപ കൊണ്ട്. കോട്ടയറണ റൂട്ട് സർവീസ് ഡ്രൈവർക്ക് 1200 ഉണ്ട്, കണ്ടക്ടർക്ക് 1100 ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് ശമ്പളമാണ്. പക്ഷേ ഇപ്പോൾ പ്രിയദർശിനി വന്നതോടുകൂടി ഈ ശമ്പളമൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക്. എല്ലാവർക്കും ഞങ്ങളുടെ മുതലാളി വന്നിട്ട് പേപ്പർ മേടിച്ചോളാണ്. സത്യം നമുക്ക് സങ്കടമുണ്ട്. കാരണം നമുക്ക് എന്നെയും പറ്റും, ഞങ്ങളുടെ ശമ്പളത്തിൽ ഞങ്ങളുടെ നോക്കാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കിയിരുന്നു. ഈ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. ഇത് തട്ടിമുട്ടിയൊക്കെ പോകുന്നു. മനുഷ്യൻ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പേടിയാകൂടാ. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ആത്മഹത്യ ചെയ്തരാം. വീട്ടിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷയായിട്ട് വൈകുന്നേരം ഈ ശമ്പളത്തിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ചെല്ലാനായിട്ട് ഇരിക്കും. പക്ഷേ അത് നടക്കണില്ല.